ഹലോ, നമുക്കൊരു ചിയാ സീഡ് പുഡിംഗ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ചിയാ സീഡ് പുഡിംഗ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 1 കപ്പ് പാൽ ഒഴിക്കുക. വെള്ളം ചേർക്കാത്ത പാലാണ്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 സ്പൂണ് ചിയാ സീഡ് ആഡ് ചെയ്യുക. എക്സ്ട്രാ വേണമെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. പാല് തണുത്തതിന് ശേഷം മാത്രമേ ചിയാ സീഡ് ആഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ പാലിൻ്റെ മണ്ടയിലുള്ള പാട കിട്ടിയിട്ട് അത് ഇച്ചിരി കഴിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തണുത്തതിന് ശേഷം അത് അരിച്ചതിന് ശേഷം മാത്രമേ ചിയാ സീഡ് ആഡ് ചെയ്യാവൂ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബനാനയും ആപ്പിളാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 രസകദളി പഴവും ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ജസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 1 കപ്പ് പാലെടുത്തത്. ഇപ്പം നമുക്ക് ഇച്ചിരി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ പാല് നമുക്ക് കൂടുതലെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. കാഷ്യൂനട്ട്, ബദാം, ഡേറ്റ്സ് ഒക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 കാഷ്യൂനട്ടും ഒരു 3 ബദാമും 3 ഡേറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണി ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഹണിയാണ് ചേർത്തിട്ടുള്ളത്. ഡേറ്റ്സിൽ നിന്ന് തന്നെ മധുരം വരും. ഇപ്പോൾ ആ മധുരം മതിയെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഹണി ചേർക്കേണ്ട, അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഹണി ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.